ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്ര സർക്കാർ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസ് പടിക്കലേക്ക് മാർച്ചും ധർണയും നടത്തി. 200 ദിവസത്തെ ജോലി നൽകുക, 600 രൂപ കൂലി നൽകുക, പദ്ധതി കാലോചിതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കായംകുളം കീരിക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് CITU ജില്ലാ സെക്രട്ടറി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയോട് കേന്ദ്ര സർക്കാർ കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ മാർച്ചും ധർണയും നടത്തി. 200 ദിവസത്തെ ജോലി അനുവദിക്കുക, 600 രൂപയെങ്കിലും കൂലിയായി നൽകുക, പദ്ധതി കാലോചിതമായി പരിഷ്കരിക്കുക, ഭൂമിയിൽ വരുത്തിയ നിയന്ത്രണം ഒഴിവാക്കുക, കൂലി കുടിശ്ശിക ഉടൻ നൽകുക, തൊഴിലുറപ്പ് പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കടക്കം പ്രതിഷേധ മാർച്ച് നടത്തിയത്. കായംകുളം കീരിക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് CITU ജില്ലാ സെക്രട്ടറി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. 952 മുതൽ ഇന്ത്യൻ പാർലമെന്റിൽ ആവശ്യപ്പെടുന്ന ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ ആവശ്യമായ പദ്ധതി ആവിഷ്കരിക്കാൻ നെഹ്റുവിനോടും അതുപോലെ ഇന്ദിരാഗാന്ധിയോടും അതിനുശേഷം രാജീവ് ഗാന്ധിയോടും ദീർഘകാലമായി ആവശ്യം നടപ്പാക്കാതിരുന്നപ്പോ ഇടതുപക്ഷത്തിന്റെ കരുത്ത് ഇന്ത്യൻ പാർലമെന്റിൽ വന്നപ്പോ അവിടെ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാൻ നിർബന്ധിതമായി അന്നത്തെ ഗവൺമെന്റ്. ആ ഗവൺമെന്റാണ് തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്. അപ്പോഴെന്താ, തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിലേക്ക് മാത്രമായി തുടങ്ങാം എന്ന് പറഞ്ഞു. ഇത് പലരും മറന്നു പോകുന്നതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ജില്ല വന്നപ്പോ എന്താ, 2007 ഈ പദ്ധതി ആരംഭിക്കുമ്പോ, ആ ഗവൺമെന്റ് ആരംഭിക്കുമ്പോ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അടുത്ത ദിവസങ്ങളിൽ നമ്മളെ വേർപെട്ടു പോയ സഖാവ് VS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. സഖാവ് പാലോളി മുഹമ്മദ് കുട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. ആ ഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്താകെ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുമ്പോ തെരഞ്ഞെടുക്കപ്പെട്ട ജില്ല വന്നപ്പോ കേരളത്തിൽ നിന്ന് പാലക്കാടും വയനാടുമായി മാത്രം ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന നിലയിലേക്ക് വന്നു. മറ്റൊരു ജില്ലയിലും തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടായിരുന്നില്ല. 2008 എത്തിയപ്പോ എല്ലാ ജില്ലയിലും നടപ്പാക്കിയില്ല എങ്കിൽ ഞങ്ങൾ ഈ ഗവൺമെന്റിന് പിന്തുണ പിൻവലിക്കേണ്ടി വരുമെന്ന് നിർബന്ധപൂർവ്വം ഇടപെട്ടപ്പോഴാണ് രാജ്യത്താകെ എല്ലാ ജില്ലയിലും തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലടക്കം 14 ജില്ലകളിലും തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത്. രാമപുരം മേഖലാ പ്രസിഡന്റ് ഇന്ദു അധ്യക്ഷയായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി B പവിത്രൻ സ്വാഗതം പറഞ്ഞു. ബിന്ദു, രാജേഷ്, രാജമ്മ, ഉണ്ണികൃഷ്ണപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. കരിയിലക്കുളങ്ങര മേഖലാ പ്രസിഡന്റ് അഷ്റഫ് കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.